ഇനിയുള്ള ഓരോ നിമിഷവും എനിക്ക് വേദന നിറഞ്ഞതാ. പേടിച്ച് വേണം ഇവിടെ കഴിയാൻ. എപ്പോ വേണമെങ്കിലും ഞാൻ പുറത്താവും. എന്റെ അച്ഛനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് രമ മാഡം അറിഞ്ഞു. രമ മാഡത്തിന് കൊട്ടാരമായിട്ട് എന്താ ബന്ധം? ജയരാമൻ സാറിന് ബിസിനസ് തുടങ്ങാൻ പണം കൊടുത്തു എന്ന് പറയുന്ന ബന്ധമായിരിക്കോ? അതോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാം നിനക്കേ അറിയൂ. എന്റെ അച്ഛന് ഒരാപത്തും വരാതെ കാത്തോണേ ദേവി. നീ മാത്രമേ എനിക്കൊരു സഹായത്തിനുള്ളൂ. എനിക്കെന്ത് വന്നാലും പറയാനും കേൾക്കാനും നീ മാത്രമേ ഉള്ളൂ. എന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണേ. കാത്തോളണേ ദേവി. അയ്യോ, ദേവി, അശുഭലക്ഷണമാണല്ലോ. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ആപത്ത് വരുന്നതിന്റെ സൂചനയാണോ ഇത്? ഇന്നേ വരെ ഇങ്ങനൊരു അപശകുനം ഉണ്ടായിട്ടില്ല. എന്താ ദേവി ഇതിനർത്ഥം? ദേവി, എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നതിന്റെ സൂചനയാണോ ഇത്? കൊട്ടാരത്തിലിരുന്ന വിഗ്രഹം ഉടഞ്ഞ ദിവസമായിരുന്നു തമ്പുരാനും തമ്പുരാട്ടിക്കും ആപത്ത് സംഭവിച്ചതും എന്നെ വിട്ട് അവര് പോയതും. ഇപ്പോ എന്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുക. എന്റെ അച്ഛന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കാത്തോളണേ ദേവി.